ഏറെക്കുറെ പ്രഡിക്റ്റബിളായ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പേരിൽ ജൂൺ 1-ാം തീയതി രാത്രി ഗോദി മീഡിയ നടത്താൻ പോകുന്ന പ്രഹസന പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം സൂപ്പറാണ്, കൈയടിക്കേണ്ടതാണ്. കോൺഗ്രസിൻ്റെ മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ പവൻ ഖേര രാജ്യത്ത് കോൺഗ്രസ് ഒരു ചാനലിൻ്റെയും എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഗോദി മീഡിയ കേൾക്കുന്ന കരണത്തടിയാണ്. എക്സിറ്റ് പോൾ ചർച്ചകളിൽ നിന്ന് മാത്രമേ കോൺഗ്രസ് വിട്ടുനിൽക്കുന്നുള്ളൂ. 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം എല്ലാ ചാനലിലും കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ, അത് ഫലം അനുകൂലമായാലും പ്രതികൂലമായാലും ചർച്ചകൾക്കായി ഉണ്ടാകും എന്നുള്ള കാര്യവും പവൻ ഖേര ഉറപ്പു നൽകുന്നുണ്ട്. അതാണ് ജനാധിപത്യത്തിലെ ശരിയായ രീതി. എക്സിറ്റ് പോളുകൾ ഏജൻസികൾ നടത്തിക്കൊടുക്കുന്ന വിധത്തിൽ തന്നെ അവതരിപ്പിക്കാനാണ് നമ്മുടെ ഗോദി മീഡിയ തയ്യാറായിരുന്നതെങ്കിൽ കോൺഗ്രസിന് ആ ചർച്ചകളിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. ഇത് എക്സിറ്റ് പോളുകളുടെ ഫലമെന്താണ് എന്നുള്ള കാര്യം ഏകദേശം ഈ രാജ്യത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അഖിലേഷ് യാദവ് കോൺഗ്രസ് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് BJPക്ക് 300 സീറ്റിനപ്പുറം പറയുന്നതായിരിക്കും രാജ്യത്തെ ഗോദി മീഡിയ പുറത്തുവിടുന്ന എല്ലാ എക്സിറ്റ് പോളുകളും എന്ന പ്രവചനം നടത്തി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് ഒരു വഴിയൊരുക്കി കൊടുക്കാൻ പൊതുബോധം സൃഷ്ടിക്കുക എന്നുള്ള ദൗത്യമേറ്റെടുത്ത് ഇവർ നടത്തുന്ന എക്സിറ്റ് പോളുകളിൽ വീഴാതിരിക്കുക എന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രവർത്തകരോട് അഖിലേഷ് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് കോൺഗ്രസിൻ്റെ ഉജ്ജ്വലമായ ഈ തീരുമാനം വരുന്നത്. മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട ചില ഏജൻസികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഈ എക്സിറ്റ് പോളുകൾ നടത്തിയ ഏജൻസികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ കോൺഗ്രസിന് നൽകിയ വിവരം ഡാറ്റ മാനിപ്പുലേഷൻ ചാനൽ ഓഫീസുകളിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം ചർച്ചകളിൽ പങ്കെടുത്ത് വെറുതെ സമയം മെനക്കെടുത്താൻ തങ്ങൾ തയ്യാറല്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചത് ഈ ഗോദി മീഡിയ കേൾക്കുന്ന വലിയ തിരിച്ചടിയാണ്. ഗോദി മീഡിയകൾ ഒരു ആഘോഷരാവ് സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവിടെ കോൺഗ്രസിൻ്റെയൊക്കെ പ്രതിനിധികൾ വന്നിരിക്കുമ്പോൾ കണ്ടില്ലേ BJPക്ക് 300, 400, 500 എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ആഘോഷിക്കുക. ആ ആഘോഷത്തിന് നിന്നുകൊടുക്കാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഉണ്ടാകില്ല എന്ന തീരുമാനം പാർട്ടി എടുക്കുമ്പോൾ അത് അതേ മാതൃക പിന്തുടരാൻ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളും തയ്യാറാകുമെന്നാണ് നാം ചിന്തിക്കുന്നത്. അങ്ങനെ വന്നാൽ ഏകപക്ഷീയമായ ചർച്ചകൾ BJPക്കാരെയും കുറേ പത്രക്കാരെയും ഒക്കെ വിളിച്ചിരുത്തി അങ്ങനെ ചർച്ച നടത്തി സായുജ്യമടയാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ വിശ്വാസ്യത ഉണ്ടായിരുന്ന ഏജൻസികളെ ഈ ഗോദി മീഡിയകൾ വെറും കോമാളി വേഷം കെട്ടി ആടിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി എക്സിറ്റ് പോളിൻ്റെ ഫലങ്ങൾ വരുമ്പോൾ ഈ രാജ്യത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അവർ തയ്യാറാക്കി കൊടുക്കുന്ന ഡാറ്റയെ തങ്ങൾക്ക് അനുയോജ്യമായ തരത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ ഏമാന്മാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ മാറ്റി പുതിയൊരു സംഖ്യയൊക്കെ ഉണ്ടാക്കി ഇവരങ്ങ് അവതരിപ്പിക്കുകയാണ്. മറ്റവർക്കാണെങ്കിൽ കാശ് കിട്ടുന്നു, ചാനലിൽ വന്ന് മുഖം കാണിക്കുക, തങ്ങളുടെ ഏജൻസിയുടെ പേര് വരും എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സന്തോഷം. അല്ലാതെ തങ്ങളുടെ ക്രെഡിബിലിറ്റിക്ക് ഓരോ ഘട്ടത്തിലും ഈ ഗോദി മീഡിയ വഴി ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത ഡാറ്റ അവതരിപ്പിക്കുന്നത് വഴി ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നതേയില്ല. ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത് അതാണ്. രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള ഏജൻസികളുടെ തലവന്മാർ, ഇപ്പോൾ ഇന്ത്യ മൈ ആക്സിസിൻ്റെ തലവൻ പ്രദീപ് ഗുപ്ത ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഓരോ ഘട്ട പോളിംഗ് കഴിയുമ്പോഴും വിവിധ ചാനലുകളിൽ വന്നിരുന്നു പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഇവിടെ ഒരു തരംഗമില്ല, ഒരു നെക്ക് ടു നെക്ക് പോരാട്ടം രാജ്യത്ത് നടക്കുന്നു എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം. പക്ഷേ അതിനെ ഒക്കെ മാറ്റിവെച്ച് 1-ാം തീയതി ഒരു വലിയ ഹൈപ്പ് സൃഷ്ടിക്കുക എന്നുള്ള ദൗത്യം ഗോദി മീഡിയ ഏറ്റെടുത്തിരിക്കുന്നു. അതിനനുസരിച്ച് ഈ ഡാറ്റകൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെയാണ് കോൺഗ്രസിൻ്റെ ഈ തീരുമാനം ശ്രദ്ധേയമാകുന്നത്. അഖിലേഷ് യാദവ് പറഞ്ഞ് നാക്കകത്തേക്ക് ഇടുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ ആ ഒരു പടി കൂടി കടന്ന തീരുമാനം വന്നിരിക്കുന്നു. അതാണ് ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മീഡിയയൊക്കെ കൈകാര്യം ചെയ്ത രീതി അത്രമാത്രം ശ്രദ്ധേയമായിരുന്നു എന്ന് പറയാനുള്ള കാരണം. BJP കുത്തകയാക്കി വച്ചിരുന്ന സോഷ്യൽ മീഡിയയിൽ പോലും ആധിപത്യം പുലർത്താൻ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്കും സാധിച്ചു എന്നുള്ളതിൻ്റെ തുടർച്ചയായി ഈ ഗോദി മീഡിയയെ അവഗണിക്കുക, അവരുടെ ഈ ഉഡായിപ്പുകൾക്ക് നിന്നു കൊടുക്കാതിരിക്കുക എന്നുള്ള തന്ത്രം സ്വീകരിക്കുന്നത് ഉചിതമാണ്. അത് ഭാവിയിലേക്കുമുള്ള ഒരു കരുതലാണ്. കാരണം ഇവർ ഉണ്ടാക്കി വച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ചെറുതല്ല. നരേന്ദ്രമോദിയുടെ 70-80 ഇൻ്റർവ്യൂകൾ ഈ ഗോദി മീഡിയകളിൽ കൂടി സംപ്രേഷണം ചെയ്തിട്ട് എന്തു കുന്തം സംഭവിച്ചു? കാഴ്ചക്കാരേ ഉണ്ടായിരുന്നില്ല.
ആളുകൾക്ക് അത് കേൾക്കാനോ അത് കാണാനോ ഉള്ള താല്പര്യം നശിച്ചു പോയി എന്നുള്ളതാണ് ഈ വ്യൂവർഷിപ്പ് ഡാറ്റകളെല്ലാം നൽകുന്ന സൂചന. അങ്ങനെ നിൽക്കുന്ന ഗോദി മീഡിയയ്ക്ക് TRP റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ, ബാർക്ക് റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്ന പ്രഹസന പരിപാടിക്ക് ചെന്ന് ഇരുന്നു കൊടുക്കേണ്ടതില്ല. അതും ഇപ്പോൾ തന്നെ പ്രഡിക്റ്റബിൾ ആയിരിക്കുന്ന ഒന്ന്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കന്യാകുമാരി വിവേകാനന്ദ പാറയിലെ നമോധ്യാനവും ഒരു കോമഡിയായി മാറി. നാട്ടുകാരെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കാനുള്ള ഒരു വക കൂടി നരേന്ദ്രമോദിയും സംഘവും ഒപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. ഈ ധ്യാനം എന്നൊക്കെ പറയുന്നത് തികച്ചും ഏകാഗ്രതയോടുകൂടി ചെയ്യേണ്ടുന്ന ഒന്നാണ്. ധ്യാനത്തെ അതിൻ്റേതായ അന്തസത്തയോടെ, കൃത്യമായ ആത്മീയ വികാരത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്കൊക്കെ അപമാനമാകുന്ന തരത്തിലാണ് കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ അരങ്ങേറുന്ന ഈ 45 മണിക്കൂർ പരിപാടി. BJP അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി നമോധ്യാനം എന്ന പേരിൽ ഒരു 58 സെക്കൻഡ് വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലെ 28 സെക്കൻഡ് നരേന്ദ്രമോദിയുടെ ധ്യാനത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ആ 28 സെക്കൻഡിനുള്ളിൽ നരേന്ദ്രമോദി അവിടെ നടത്തുന്നത് ധ്യാനമല്ല എന്നും ഫോട്ടോഷൂട്ടാണ് എന്നും ഈ രാജ്യത്തെ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്കൊക്കെ ബോധ്യപ്പെടും. 5ലധികം ക്യാമറകൾ നരേന്ദ്രമോദിക്ക് ചുറ്റുമായി ആ ധ്യാന മണ്ഡപത്തിലുണ്ട് എന്ന് വ്യക്തം. 9 ക്യാമറ ആംഗിളുകൾ. എവിടെയാണ്? 28 സെക്കൻഡിനുള്ളിലാണ് 9 ക്യാമറ ആംഗിളുകൾ. 3 തവണ നരേന്ദ്രമോദി സ്ഥലം മാറിയിരിക്കുന്നതായി ആ 28 സെക്കൻഡിനുള്ളിൽ വ്യക്തം. തൊഴുതുകൊണ്ടിരിക്കുന്ന മോദി മറ്റൊരു മുദ്രയിലേക്ക് മാറുന്നതും ഈ 28 സെക്കൻഡിനുള്ളിൽ വ്യക്തം. അതായത് 2 വട്ടം മുദ്ര മാറ്റിയിരിക്കുന്നു, 3 വട്ടം സ്ഥലം മാറിയിരിക്കുന്നു. 9 ക്യാമറ ആംഗിളുകൾ, 5 ക്യാമറകളുടെ സാന്നിധ്യം. ഏകാഗ്രതയോടുകൂടി ചെയ്യേണ്ടുന്ന ധ്യാനം എന്ന തികച്ചും ആത്മീയമായ ഒരു സംഗതിയെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സംഗതിയാക്കി മാറ്റിയിരിക്കുന്നു നരേന്ദ്രമോദി എന്നർത്ഥം. എന്നിട്ട് സംഘിക്കുട്ടന്മാർ പറയുന്നത് എന്താ? ഞങ്ങളുടെ മോദി ധ്യാനിക്കാൻ പോയതിനെ പ്രതിപക്ഷം എതിർക്കുന്നു, ഹിന്ദുത്വ വികാരത്തെ മുഴുവൻ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പ്രതിപക്ഷം പറഞ്ഞത് ഇതുതന്നെയാണ്. ഒരു നാടകമാണ് അവിടെ അരങ്ങേറാൻ പോകുന്നത് എന്ന്. ധ്യാനിക്കുകയാണെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്നങ്ങ് ധ്യാനിച്ചാൽ പോരെ. അതിനെന്തിന് 5 ക്യാമറ? അതിനെന്തിന് 9 ക്യാമറ ആംഗിളുകൾ? അതിനെന്തിന് ആദ്യം ഷീറ്റിട്ടിരിക്കുന്നു, പിന്നീട് വെറും തറയിലിരിക്കുന്നു? നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന കാര്യങ്ങളാണിത്. 28 സെക്കൻഡിനുള്ളിൽ കാണിച്ചു വച്ചിരിക്കുന്ന അഭ്യാസമാണ്. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ്.